ഒത്തിരിക്കുന്നല്ല അതിനെന്താടാ പ്രശ്നം? ഹലോ ഗേയ്സ്, എല്ലാവർക്കും ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെക്കാളും സ്നേഹം നിങ്ങൾ അതിനൊടുക്കും. എനിക്ക് ഇഷ്ടമുള്ള എന്റെ അച്ഛനെ ഉന്തിട്ടിട്ടുണ്ട് ഇവിടുന്ന് മുളച്ചിരിക്കും. ബോധം കൊണ്ട് പോകും. ഞാൻ ഒന്ന് പിടിച്ചില്ലേ. ഇന്നിപ്പോൾ ഞാനും എൻ്റെ അച്ചൂട്ടനും കൂടെ ഒരു കുഞ്ഞു വ്ലോഗുമായിട്ട് വന്നതാണ്. നമ്മുടെ തെങ്ങുമത്തെ തേങ്ങയൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പട്ട ഇടാൻ പറഞ്ഞാണ് ഒരു ചൂലൊക്കെ ചീന്താനായിട്ട്. അപ്പോൾ അത് ഉമ്മർത്ത് കൊണ്ടുവന്നിട്ടിട്ടു. അല്ലാണ്ട് അയിമിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തെങ്കിലും അത് ചീന്തി ഒരു ചൂലാക്കണം, അത് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചോറിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഉള്ളിയും തക്കാളിയും വാട്ടി വെറുതെ മുട്ടക്കറി ആക്കൂലേ, അങ്ങനെ ആക്കിയാണ്. അപ്പോൾ അതെല്ലാം കൂട്ടി ഞാനും ഏട്ടനും അച്ചൂട്ടനും ഊണ് വെച്ചിട്ടുണ്ട്. അച്ചൂട്ടൻ സ്കൂളിൽ പോയിട്ടില്ല. ശ്വാസം മുട്ട്, പനി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ പനി ശ്വാസം മുട്ടും ഒക്കെ പകൽ കുറവാണ്. എന്നുവെച്ചാൽ നേരം തണുക്കുമ്പോൾ അതങ്ങോട്ട് കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവന് തണുത്തതൊന്നും കൊടുക്കണില്ല. ഏട്ടനാണെങ്കിൽ എപ്പോഴും ഇളനീരിപ്പോൾ കുടിച്ചും കൊണ്ടാണ്. ഏട്ടൻ്റെ പ്രശ്നം അറിയാലോ. അത് കാണുമ്പോൾ അവന് വേണം താനും, പക്ഷെ അവന് പറ്റില്ലല്ലോ, ശ്വാസം മുട്ട് അധികം ആവൂലേ. അപ്പോൾ അവന് അതൊന്നും കൊടുത്തില്ല. പകരം ഏട്ടൻ ആ ഇളനീരിൻ്റെ ഉള്ളിലത്തെ തേങ്ങ അവന് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. കൂട്ടത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛന് മാത്രമല്ല കേട്ടോ വയ്യായിക. ഈ നീരിറങ്ങിയിട്ട് എനിക്ക് തീരെ വയ്യ. എൻ്റെ ചെവിയുടെ ഉള്ളിൽ കുരു ഉണ്ടായിരിക്കുകയാണ്. മുഖത്ത് പിന്നെ കണ്ടമാനം കുരുക്കളുണ്ട്. അതിൻ്റെ പുറമേ ആയിട്ട് ഇനിയിപ്പോൾ നീരിറങ്ങിയിട്ട് ഇങ്ങനെ പൊന്തീനാണോ എന്നൊന്നും അറിയാൻ പാടില്ല, കുരുവാണോ എന്നും അറിയാൻ പാടില്ല. നല്ല വേദനയുണ്ട്. ചെവിക്കൊരു ചുമന്ന കളറും ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? എൻ്റെ വ്ലോഗൊക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയുണ്ടാവും. നമ്മുടെ ആ ചക്കക്കാലത്ത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മയ്ക്ക് ചക്ക വരട്ടിയത് ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത് കേട്ടോ. കണ്ടിട്ട് ആറുമാരി ഇരിക്കുന്നുണ്ട്. നല്ല കറുപ്പ് കളറൊക്കെയാണ്. അപ്പോൾ ഫ്രിഡ്ജ് അടുക്കി പെറുക്കി വെച്ചപ്പോൾ ഈ ഒരു സംഭവം ശ്രദ്ധയപ്പെട്ടത്. അപ്പോൾ ഇത്തിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക വരട്ടിയതിന് ഇത്തിരി എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. എന്നാലാണ് അതൊന്ന് കുതിർന്ന് കിട്ടുള്ളൂ. ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് അങ്ങ് കുതിരും കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അത് കുതിരാൻ വെച്ചിട്ട് ഞാനും അച്ചൂട്ടനും കൂടെ കടയ്ക്കൊന്ന് പോവുകയാണ്. ശർക്കര ഒട്ടും ഉണ്ടായിരുന്നില്ലേ മേടിക്കാനായിട്ട്. നമുക്ക് എണ്ണയുടെ വില എത്ര അറിയോ? അമ്മയ്ക്ക് എണ്ണയുടെ വില അറിയില്ല. ശർക്കര അരക്ക് എത്ര അറിയോ? അറിയില്ല. വെറുതെ ഇരുന്ന് തിന്നല്ലേ, അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇത്തിരി തടിയൊക്കെ കൂടിയിട്ടുണ്ട്. ഒരു ഡ്രസ്സും പാകല്ലേ, എല്ലാം അഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കുത്തിക്കൊള്ളിക്കാനായിട്ട്. അപ്പൊ എന്റെ കുമ്പ പൊങ്ങിക്കുമ്പോ അച്ചൂട്ടനെ എപ്പോഴും ഒരു സംശയമാണ് ഞാൻ ഗർഭിണിയാണോ എന്ന്. അതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. കുമ്പ വലുതാണെങ്കിൽ അതിൽ ഉണ്ണി ഉണ്ടാവും, ആ ഒരു ധാരണയിലാണ് എന്റെ അച്ചൂട്ടൻ പോണത്. ഇതാണ് മുള്ളം കഴിഞ്ഞ്, പക്ഷെ ഇത് പച്ചയാണ്. ഒരു ബ്രൗൺ കളറില് ഉണ്ണി ആവുമ്പോ തന്നെ വിഷക്കായി ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്തോണ്ട് മാറിപ്പോവല്ലേ. ഞങ്ങളിതിന് മുള്ളമ്പഴം എന്നാണ് പറയുക കേട്ടോ. ചെറുപ്പത്തിലൊക്കെ ഇത് എന്തുമാത്രം തിന്നുന്നു എന്ന് ഓർത്താൽ കണക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വല്ല വയറിളക്കവും പിടിക്കും. അവർക്ക് ഇത് തിന്നിട്ടും അങ്ങനെയൊന്നും ശീലമില്ലല്ലോ, കണി കണ്ടതൊന്നും പറിച്ച് തിന്നൂലല്ലോ. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് എടുത്ത് പറയായിരുന്നു, ഇതിന്റെ തൊട്ട് തന്നെ കറുത്ത കായകളുള്ള വേറൊരു ചെടി ഉണ്ട്, അത് പണ്ട് വിഷക്കായാന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നീ കൂട്ടുകാരുടെ അടുത്തൊന്നും എൻ്റെ അമ്മ ഇങ്ങനെ വഴി കണ്ട കറുത്ത കായൊക്കെ പറിച്ച് തിന്നു, നിങ്ങളും തിന്നോ നല്ലതെന്നൊന്നും പറയരുത് കേട്ടോ, നല്ല പണി കിട്ടുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ കുറേ അധികം മുള്ളമ്പഴം പറിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കടയ്ക്ക് പോയി കടയിൽ നിന്ന് കുറച്ച് ശർക്കരയും കുറച്ച് ഉണക്കലും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതുവഴി തന്നെ തിരിച്ചു പോരുകയാണ്. അപ്പോഴും എൻ്റെ കണ്ണുകൾ ആ മുള്ളമ്പഴത്ത് തന്നെയായിരുന്നു. ആ തൊടി നിറച്ച് മുള്ളൻകൈനികളല്ലേ, മുള്ളൻകൈനി തന്നെ അല്ലേ പറയാന്ന് എനിക്കറിയില്ല, മുള്ളൻകൈനി വേറെയാണോ ദൈവമേ. എന്തായാലും മുള്ളമ്പഴമാണ് അത് ഉറപ്പത്. നോക്കി എന്തുമാത്രം കായകളാണെന്നറിയോ. പക്ഷെ അത് നമുക്ക് എന്തായാലും പറിക്കാൻ പറ്റില്ല, വേലിക്ക് കുറേ അപ്പുറത്താണ്. പിന്നെ വരണ വഴിക്ക് ഇതുപോലെ വേലിയുടെ പുറത്തേക്ക് നിൽക്കുന്ന ഒരു ചെടിയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അരിച്ച് പെറുക്കി 4 പുറള്ളൊക്കെ എടുത്ത് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അരിച്ച് പെറുക്കുന്ന കൂട്ടത്തിൽ എനിക്ക് കുറച്ച് കുഞ്ഞി കറിവേപ്പിലിൻ്റെ തൈ കൂടെ കിട്ടിയിട്ടുണ്ട്. കറിവേപ്പിലിൻ തൈ എവിടെ കണ്ടാലും രശ്മി രമേശ് വിടില്ല. പക്ഷെ എന്തുമാത്രം കറിവേപ്പില ഞാൻ പെറുക്കി കൊടുന്ന് കുത്തിയിട്ടാലും ഒന്നും നെല്ലം പോലെ പിടിക്കില്ല. അതാണ് വേറൊരു വാസ്തവം. 2 നാഴി പച്ചരി എടുത്തിട്ടുള്ളൂ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ചക്ക വരട്ടി കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തേങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കി പാരാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്ത് വെച്ചാലേ, ഇതിന്ന് കുറച്ച് പച്ചരി അരച്ചിട്ട് അതിലോട്ട് ആ ചക്ക വരട്ടിയതില്ലേ അതിട്ടിട്ട് മിക്സർ ജാറിൽ ഒന്ന് അരച്ചെടുത്തതാണ്.
ചക്ക വരട്ടിയത് മാവിലിട്ട് അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാവ് അതുമായി അങ്ങ് സെറ്റായി. പക്ഷെ ആ കളർ കാണാനപ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പം ആ കറുത്ത കട്ട കളറൊന്നും അല്ല, നല്ല ഭംഗിയുള്ളൊരു കളറായി. നമ്മൾ ചക്ക പായസമൊക്കെ ആക്കൂലേ അതുപോലെ ഇട്ടാ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാറ്ററി കണക്കാണ് അതിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാനതെല്ലാം ബാക്കിയുള്ള ആ പച്ചരി അരച്ചതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലോണം അങ്ങ് ലൂസാക്കാൻ പറ്റില്ല കേട്ടോ ഉണ്ണിയപ്പത്തിന്. ഈ ഒരു പരുവത്തിലെങ്കിലും നമ്മളിത് അരച്ചെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ശർക്കര പാനിയും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും ഇത് ലൂസാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ പച്ചരി കട്ടയാക്കി തന്നെ അരച്ചെടുക്കാൻ നോക്കുക. ഇനി നമ്മൾ ആ ഒരു ചക്ക വരട്ടിയതും പച്ചരിയും തേങ്ങയും എല്ലാം കൂടെ നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്യുക. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല. ഈ 2 നാഴി പച്ചരിയിലോട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ കാണിച്ച ആ ചക്ക വരട്ടിയതും പിന്നെ അത്രയും തേങ്ങ നുറുക്കിയതും ശർക്കര വന്നിട്ട് 1/2 കിലോ. പക്ഷെ 1/2 കിലോയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരച്ച് ശർക്കരയും കുറച്ച് ശർക്കരപ്പൊട്ടും അങ്ങ് മാറ്റി വെച്ചു. പക്ഷെ അത് മാറ്റി വെക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ലാസ്റ്റ് തോന്നി. കാരണം ഇച്ചിരി ഒരു മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. ശർക്കര എന്ന് പറയുന്നത് ചക്ക വരട്ടിയതിൽ അത്യാവശ്യം അധികം മധുരം ഉണ്ടാവല്ലോ എന്ന് ഓർത്ത് ഇനി കൂടി പോകണ്ടെന്ന് കരുതി അങ്ങനെ മാറ്റി വെച്ചാണ്. അതുപോലെ ശർക്കര പാനി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത്തിരി വെള്ളം തളിച്ച് മാത്രമാണ് ശർക്കര ഉരുക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ലൂസാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം തളിച്ച് ശർക്കര പാനി ഉണ്ടാക്കി അത് ഒഴിക്കുമ്പോൾ തന്നെ ചൂടോടെ ഇളക്കി കട്ടയൊന്നും പിടിക്കാണ്ടതാ ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ ഉണ്ണിയപ്പം മാവിനെ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. എനിക്ക് ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ശരിയാവില്ല ചിലപ്പോൾ ഒക്കെ എത്ര ശ്രദ്ധിച്ചുണ്ടാക്കിയാലും അതങ്ങോട്ട് പൊട്ടി ഒലിച്ച് ആകെ പണി പാടും. ചിലപ്പോൾ ആണെങ്കിൽ നല്ല അടിപൊളിയായി നേരെയായി കിട്ടും. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ. ഇടയ്ക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടെൻഷൻ. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്കുണ്ടല്ലോ ചക്കപ്പായസം ഉണ്ടാക്കാനും കുടിക്കാനും ഒക്കെ പൂതി ഇളകിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടുത്തൊരു ദിവസം ഞാൻ ഈ ചക്ക വരട്ടിയും വെച്ച് ചക്കപ്പായസവും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഉണ്ണിയപ്പം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അത് ഒന്ന് തിളയ്ക്കാൻ കാത്തിക്കുകയാണ്. നെയ്യത്ത് കൈ വെക്കണ വേറെ ഒന്നല്ല കേട്ടോ, പേടിയാണ്, ബേജാറാണ് ഉണ്ണിയപ്പം ശരിയാവൂലേ എന്നുള്ളത്. ഒമ്പയും കുട്ടിച്ചാത്താൻ്റെ ഉണ്ണിയപ്പം റെഡിയാവണേ, സക്സസ്. അങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു നല്ല ശ്വാസം ഇങ്ങോട്ട് വന്നത്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് തലഭാരം കൂട്ടി ഇത് ഉണ്ടാക്കും ചെയ്യുക, അത് പൊട്ടിപ്പൊടിയും ചെയ്ത് കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രാന്താവും. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ നല്ല സൂപ്പറായി അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചക്ക വരട്ടിയത് നല്ല കറുത്ത കളറല്ലേ, അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പത്തിനൊരു ഇത്തിരി കറുപ്പ് കളർ മാതിരി ഉണ്ടാവും. അത് കരിയുന്നതല്ല, എന്നുവെച്ചാൽ ആ ചക്ക വരട്ടിയതിൻ്റെ ഒരു നിറം ആ ഉണ്ണിയപ്പത്തിന് പിടിച്ചതാണ് കേട്ടോ. ഇന്നിപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ ഉണ്ണി ഇത് കാത്തായിരിക്കും വരുന്നുണ്ടാവുക. ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ ഉണ്ണി സ്കൂളിൽ വരുമ്പോൾ അമ്മ ഉണ്ണിയപ്പാണല്ലോ ഉണ്ടാക്കണേന്നൊക്കെ. ഏട്ടൻ മൂപ്പർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒന്നേ പറഞ്ഞുള്ളൂ, കുറച്ചുണ്ടാക്കരുത്, കുറച്ചധികം ഉണ്ടാക്കണം, എന്ന് വെച്ചാൽ ഇന്നും കഴിക്കണം, ബാക്കിയുള്ളത് നാളെയും കഴിക്കണം അത്രേ. അപ്പോൾ എന്നാലും ഞാൻ 2 നാഴി ഇട്ടുള്ളേ, ഒരു 3 നാഴി ഇട്ടാൽ മതിയായിരുന്നു എന്ന് ഉണ്ടാക്കുമ്പോൾ ഓർത്തു. എന്നുവെച്ചാൽ നല്ല രീതിയിൽ ഇങ്ങനെ പൊന്തി വരുന്നത് കണ്ടപ്പോൾ എൻ്റെയൊക്കെ ചെറുതിലേ എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന പലഹാരങ്ങളാണ് ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ കേട്ടോ. ചെറുതിൽ മാത്രമല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വിരുന്നൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ ചെന്നാൽ അപ്പം അമ്മ പച്ചരി വെള്ളത്തിലിടും. പിന്നെ അങ്ങനെ അരച്ച് ഉണ്ണിയപ്പമൊക്കെ ആക്കി അതിലേക്ക് കുറച്ച് ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കറിയാക്കി അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ണിയപ്പം കഴിക്കാറ് കേട്ടോ. ഞാൻ പക്ഷേ ചക്ക ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറി കൂട്ടിയിട്ടില്ലേ. ഇതിപ്പോൾ ഇങ്ങനെ നല്ല സ്വാദ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു. പിന്നെ എണ്ണയൊന്നും അധികം കുടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഇത്രയും എണ്ണയിൽ അത് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണേലും കൂടെ അതിങ്ങനെ പൊളിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണയൊന്നും ഉതിർന്ന് പോരുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല പാകമായി നല്ല പരുവായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അച്ചൂട്ട ഇടയിൽ ഇങ്ങനെ വന്ന് പാത്രത്തിലിട്ട് കൊണ്ടുപോവാണ്. കോലായത്തെ ഏട്ടൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛയും മകനും കൂടെ കുറേ അധികം അകത്താക്കിയിട്ടുണ്ട് ചൂടോടെ തന്നെ. 2 നാഴി കൊണ്ട് ഉണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യത്തിന് അധികം ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കുഞ്ഞിതാക്കിയിട്ടാണ് ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത്. ഇടയിൽ ഞാനും 2-3 എണ്ണമൊക്കെ ഇങ്ങനെ തിന്ന് തീർത്തിട്ടുണ്ട്. പാകത്തിന് മധുരമായ കാരണം കൊണ്ടാണ് ഞാൻ ഇത്തവണ കുറച്ചധികം കഴിച്ചത്. എനിക്ക് കുറച്ച് മധുരം മുന്നിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒന്നും തിന്നാൻ പോവില്ല. പിന്നെ തിന്നാൻ പോണെങ്കിൽ ചിക്കൻ കറി വേണം. ഉണ്ണിയപ്പമൊക്കെ ചുട്ട് കഴിയാനായപ്പോഴത്തേക്കും ഞാൻ മറ്റേ അടുപ്പത്ത് കട്ടൻ ചായയും വെച്ചിട്ടുണ്ടായിരുന്നേ. പാലില്ല, അപ്പോൾ പിന്നെ കട്ടനാക്കി. പിന്നെ ഉണ്ണിയപ്പത്തേക്ക് കട്ടൻ നല്ല സ്വാദാണ്. അച്ചൂട്ടിക്ക് അതത്ര പിടിച്ചില്ലെങ്കിലും ഉണ്ണിയപ്പം കഴിച്ച് മയങ്ങിയിട്ടുള്ളത് കൊണ്ട് ചായ അല്ലാത്ത കംപ്ലൈൻ്റ് ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. പിന്നെ നോക്കിയേ, എണ്ണയൊന്നും ഒട്ടും അങ്ങനെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. അത്രയും നന്നായിട്ടുണ്ട്, നല്ലതാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞതല്ല. ഈ ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുമെങ്കിലും
ഇത്രയും വയസ്സായിട്ടും ഒരു ഉണ്ണിയപ്പോ നെയ്യപ്പോ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അപ്പം എൻ്റെ അമ്മേനെ ഫോൺ ചെയ്യും കേട്ടോ. എന്നിട്ട് പറയും അമ്മ ഞാൻ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ പച്ചരി പൊടി കൊണ്ടല്ല, പച്ചരി ഇങ്ങനെ കുതിർത്തിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 നാഴി എടുക്കുക. അപ്പോൾ അതിക്ക് ഇത്ര ചക്ക വരട്ടിയത് കൂട്ടാല്ലേ, ഇത്ര ശർക്കര കൂട്ടാല്ലേ, അല്ലെങ്കിൽ അതിങ്ങനെ ആദ്യം അരച്ചെടുക്കുക, എന്നിട്ട് അതിലോട്ട് ശർക്കര പാനി ഒഴിക്കുക, തേങ്ങയൊക്കെ നുറുക്കിയത് അതിലോട്ട് കൊട്ടി കൊടുക്കുക, അങ്ങനെ ഇടാക്കാം അല്ലേ. അപ്പോൾ അമ്മ പറയാം അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഉണ്ടാക്കിക്കോ എന്നാ. അപ്പോൾ ഞാൻ പറയാം ശരി എന്നാൽ ഞാൻ ഉണ്ടാക്കട്ടെ. ഇതെന്തിനാ എൻ്റെ അമ്മയടുത്ത് ഇങ്ങനെ വിളിച്ച് ചോദിക്കണേ എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ല. അമ്മ പറയുന്നുണ്ട് അത് ഉണ്ടാക്കാൻ അറിയാം, ഉണ്ടാക്കുകയും ചെയ്യും, പിന്നെയും ഒക്കെ എന്നെ ഒന്ന് വിളിച്ച് ഇതൊന്ന് ഒരു പെർമിഷൻ എടുക്കണം. ഇത് ഈ പെണ്ണിൻ്റെ കേട് എന്നൊക്കെ അമ്മ പറയും. എന്നാലും ആ പരിപാടി ഞാൻ നിർത്തൂല. അതെൻ്റെ ഒരു സമാധാനമാണ്. നോക്കി നന്നായിട്ടില്ലേ, നല്ലതാണ്. ഉള്ളിലധികം എണ്ണയൊന്നുമില്ല, നല്ല സൂപ്പറായി, നല്ല ഭംഗിയുള്ള കളറിൽ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്കാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്. എന്ന് വെച്ചാൽ ഈ ചക്ക വരട്ടി ഈ പാകമാക്കി തന്ന എൻ്റെ അമ്മയല്ലേ. അമ്മ എപ്പോൾ ചക്ക കിട്ടിയാലും ഇതുപോലെ വരട്ടി എടുത്തേക്കും. ഇനി അത് പ്രതീക്ഷിക്കേണ്ടെന്ന കൂട്ടത്തിൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ വീടൊക്കെ വിറ്റൂല്ലോ, നമ്മുടെ തൊടിയിൽ പ്ലാവൊക്കെ ഉണ്ടായിരുന്നതാണ്. ചക്ക കിട്ടുമ്പോൾ അമ്മ ഇങ്ങനെ വരട്ടി വെക്കും. ഇനിയിപ്പോൾ എവിടെ നിന്ന് ചക്ക വരട്ടി എടുത്തു വെക്കാനായിട്ടാണ്. അവിടെ ഇരിക്കുന്നത് അണക്കുണ്ണിപ്പോ വേണോ? നീക്ക് ഞാൻ പോവുകയാണെന്നോ. ആളെ സമ്മതിച്ചാളില്ലേ, നിങ്ങളവിടെ ഇരുന്നോ, നിക്കെന്താ എന്നിട്ട് മേടിക്ക്, അപ്പം മേടിക്കണ്ടേ. നിങ്ങൾ ഇത് പിടിക്ക്, എത്ര തിന്നു പിടിക്കൊന്ന്. എന്തിനാ അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ടച്ചിങ്സാ, വീടിന്റെ ടച്ചിങ്സാ. എന്താണ് ടച്ചിങ്സ്? നല്ല കാലം ഒറ്റൊന്നേ പോയി. അങ്ങനെ ഊഞ്ഞാലയിലിരുന്ന് ഞങ്ങളുടെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ ആദ്യം സ്കൂളിൽ വന്ന് ബാക്കിയുള്ള ഉണ്ണിയപ്പം ചായയൊക്കെ ഒന്ന് അത്താക്കി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാന്നില്ല, ചേച്ചിക്ക് ചെവിവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം വ്ളോഗ് നമ്മളിവിടെ നിർത്തുകയാണ്. വലിയ വീഡിയോ, നല്ലൊരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ഫാമിലീനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയണമാരും ഒത്തിരി സ്നേഹത്തോടെ 1000 താങ്ക്സ്.